ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് അതായത് ഫെബ്രുവരി 8-ാം തീയതി നടന്ന 10th ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. മാത്സിൻ്റെ ആൻസേഴ്സാണ്. ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, കാരണം പ്രൊഫഷണൽ ആൻസർ കീ ഒന്നും വന്നിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ ഇത് ബി കോഡിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 4, 10, 28, 82. അപ്പോൾ ഇതിൻ്റെ അടുത്ത ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. 4ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6ആണ്. 10ഉം 28ഉം തമ്മിലുള്ള വ്യത്യാസം 18. 28ഉം 82ഉം തമ്മിൽ 54. അതായത് 6ൻ്റെ 3 ഇരട്ടിയാണ് 18, 18ൻ്റെ 3 ഇരട്ടിയാണ് 54. അപ്പോൾ 54ൻ്റെ 3 ഇരട്ടിയായിട്ടുള്ള 162 ഈ ടേമിനോട് കൂട്ടണം. അപ്പോൾ കിട്ടുന്നത് 244ആണ്. അത് ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ നോക്കുമ്പോൾ വീട് നമ്പർ ഏറ്റവും ലാസ്റ്റ് വരുന്നതല്ലേ, പിന്നെ പഞ്ചായത്ത്, ജില്ല, സംസ്ഥാനം. അതുകൊണ്ട് ഈ ഉത്തരം വരാനാണ് സാധ്യത, സി വരാനാണ് ചാൻസ്. അതുപോലെ ഓസ്കാർ അവാർഡ് സിനിമയ്ക്ക് നൽകുന്നതാണ്. അപ്പോൾ സാഹിത്യത്തിന് നൽകുന്നത് ബുക്കർ അവാർഡാണ്. ഓക്കെ. അടുത്ത 10ൻ്റെ സ്ക്വയറാണ് 100. അപ്പോൾ 1000ൻ്റെ സ്ക്വയർ ചോദിക്കുമ്പോൾ ഈ ബി വരാനാണ് ചാൻസ്. ബാക്കി ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ വ്യത്യസ്തമായത് ഏതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ബാക്കിയെല്ലാം 4 സൈഡാണ്, ട്രയാങ്കിളിന് 3 സൈഡാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഏജിൻ്റെയാണ്. മകളുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മോളുടെ വയസ്സ് എക്സ്, സുനിതയുടെ വയസ്സ് 5x ആണെങ്കിൽ അങ്ങനെ എടുക്കാൻ കാരണമുണ്ട്. മോളുടെ വയസ്സിൻ്റെ 5 ടൈംസ് ആണ് സുനിതയുടെ വയസ്സ്. അപ്പോൾ മോളുടെ വയസ്സ് എക്സ് ആണെങ്കിൽ സുനിതയുടെ വയസ്സ് 5x ആയിരിക്കുമല്ലോ. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ മോളുടെ വയസ്സ് x+2 ആവും, സുനിതയുടെ വയസ്സ് 5x+2 ആവും. അപ്പോൾ ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത് അവർ? അതിൻ്റെ രണ്ടിൻ്റെയും സം, ലാസ്റ്റ് അത് കിട്ടിയ ആ രണ്ടിൻ്റെയും സം 40 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോൾ x+5 6x ആണ്, 2+2 4 ആണ്. സോൾവ് ചെയ്തെടുക്കുമ്പോൾ x 6 ആണെന്ന് കിട്ടും. പക്ഷേ സുനിതയുടെ വയസ്സ് 5x ആണല്ലോ. അപ്പോൾ 5 × 6 നോക്കുമ്പോൾ നമുക്ക് 30 കിട്ടും. ഓക്കെ. അടുത്ത ശ്രേണിയിൽ അടുത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സി കഴിഞ്ഞ് ഡി മാറിയിട്ടാണ് ഇ വരുന്നത്. അതുപോലെ എഫ് കഴിഞ്ഞിട്ട് ജി, അപ്പോൾ എച്ച് കഴിഞ്ഞിട്ട് ഐ. ഓക്കെ. അതുപോലെ നമുക്കിവിടെ R കഴിഞ്ഞ് എസ് കഴിഞ്ഞിട്ടാണ് ടി, യു കഴിഞ്ഞ് വി, ഡബ്ല്യു കഴിഞ്ഞ് എക്സ്. അതുപോലെ ബി കഴിഞ്ഞ് സി തന്നിട്ടില്ല, അടുത്ത് ഡി ഉണ്ട്, ഇ കഴിഞ്ഞ് എഫ്, അടുത്ത് എച്ച്, ജി കഴിഞ്ഞിട്ടുള്ള എച്ച്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു റിലേഷനാണ്. പിന്നെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഈസിയാണ്. രണ്ടും ആഡ് ചെയ്യുക, 50 കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 40 കിട്ടും. 50 - 40 എന്ന് പറയുമ്പോൾ 10 ആണ്. ഇപ്പോൾ 7.5 × 10 എന്ന് പറയുമ്പോൾ 75 ആണ്. അടുത്തത് നമ്മുടെ ബോർഡ് മാസ് റൂൾ വെച്ച് സോൾവ് ചെയ്താൽ മതി. 2/2 ആദ്യം ചെയ്യണം. 3 ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടും, 9 കിട്ടും. 2/7 5/7 കൂട്ടുമ്പോഴാണ് 1 കിട്ടുന്നത്. ഓക്കെ. അടുത്ത ഈ പ്രോബ്ലം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം, കുറച്ച് അടുത്ത വീഡിയോയിൽ നോക്കാം.